മനുഷ്യരാശിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് എക്കാലത്തും നിരവധി ആശങ്കകളും ശാസ്ത്രീയ ചർച്ചകളും നടന്നിട്ടുണ്ട്. എന്നാൽ സമീപകാലത്ത് ശാസ്ത്രലോകത്തെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുകയും ഒപ്പം സാധാരണക്കാരിൽ വലിയ തോതിൽ കൗതുകമുണർത്തുകയും ചെയ്ത ഒരു വെളിപ്പെടുത്തലാണ് പുരുഷന്മാരിലെ വൈ ക്രോമസോം ക്രമേണ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ സാങ്കല്പിക ഇതിവൃത്തം പോലെ തോന്നാമെങ്കിലും ഇത് വെറുമൊരു കെട്ടുകഥയല്ല. ജനിതക ശാസ്ത്രജ്ഞരുടെ നിരന്തരമായ പഠനങ്ങൾ വിരൽ ചൂണ്ടുന്നത് പുരുഷനെ പുരുഷനാക്കുന്ന ഈ സുപ്രധാന ക്രോമസോം വരും കാലങ്ങളിൽ പൂർണ്ണമായും ഇല്ലാതായേക്കാമെന്നാണ്. ഈ വാർത്ത പുറത്തു വന്നതോടെ ആൺവർഗം തന്നെ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകുമോ എന്നൊരു ഭയം സമൂഹത്തിൽ ഉടലെടുക്കുകയുണ്ടായി. എന്നാൽ ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. പുരുഷന്മാർ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകാൻ പോകുന്നില്ലെന്നും പരിണാമം എന്ന അത്ഭുത പ്രക്രിയയിലൂടെ പ്രകൃതി ഇതിനകം തന്നെ അതിജീവനത്തിനായുള്ള ഒരു പുതിയ വഴി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടാകാം എന്നുമാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വൈ ക്രോമസോമിന്റെ അന്നത്തെ പ്രതാപകാലം നമുക്ക് കാണാൻ കഴിയും. ശാസ്ത്രീയ നിഗമനങ്ങൾ അനുസരിച്ച് ഏകദേശം 166 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ മുൻഗാമികളായ സസ്തനികളിൽ എക്സ്, വൈ എന്നീ 2 ക്രോമസോമുകളും രൂപത്തിലും വലിപ്പത്തിലും ഒരേപോലെയായിരുന്നു. അന്ന് വൈ ക്രോമസോമിൽ ഏകദേശം 900ഓളം സജീവമായ ജീനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥാനത്ത് വെറും 55ഓളം ജീനുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തകർച്ച ഈ ക്രോമസോമിന് മാത്രം സംഭവിച്ചത് എന്നത് വളരെ രസകരമായ ഒരു ശാസ്ത്രീയ വസ്തുതയാണ്. സാധാരണഗതിയിൽ കോശവിഭജനം നടക്കുമ്പോൾ ക്രോമസോമുകൾ ജോഡികളായി ചേരുകയും പരസ്പരം ജീനുകൾ കൈമാറുകയും അവയിലെ കേടുപാടുകൾ പരിഹരിക്കുകയും ചെയ്യാറുണ്ട്. ജനിതക ശാസ്ത്രത്തിൽ ഇതിനെ റീകോമ്പിനേഷൻ എന്നാണ് വിളിക്കുന്നത്. നിരന്തരമായി പുതുക്കപ്പെടുന്ന ഒരു പുസ്തകം പോലെയാണ് ഈ പ്രക്രിയ. എന്നാൽ പരിണാമത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് വൈ ക്രോമസോമിൽ നിന്ന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പുരുഷന്മാരിൽ മാത്രം കാണപ്പെടുന്ന ഈ ക്രോമസോം ഒറ്റപ്പെട്ടു പോവുകയും എക്സ് ക്രോമസോമുമായി ചേർന്ന് ഇത്തരം ജനിതക കൈമാറ്റങ്ങൾ നടത്താനുള്ള കഴിവ് അതിന് പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഫലമായി കേടുപാടുകൾ സംഭവിച്ച ജീനുകളെ നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ഒരു പുസ്തകത്തിൽ അച്ചടി പിശകുകൾ വരുമ്പോൾ അത് തിരുത്താൻ പ്രൂഫ് റീഡർ ഇല്ലാത്ത അവസ്ഥയെ ഇതിനോട് നമുക്ക് ഉപമിക്കാം. തെറ്റുകൾ തിരുത്തപ്പെടാതെ കുമിഞ്ഞുകൂടുമ്പോൾ കാലക്രമേണ ആ പുസ്തകം വായിക്കാൻ കഴിയാത്തതായി മാറുന്നത് പോലെ തലമുറകൾ കഴിയുന്തോറും വൈ ക്രോമസോമിന്റെ ജീനുകൾ നശിച്ചു പോകാൻ തുടങ്ങി. ഈ നിരന്തരമായ നാശത്തിന്റെ തോത് കണക്കാക്കുമ്പോഴാണ് ശാസ്ത്രജ്ഞർ ഞെട്ടിക്കുന്ന ആ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. അമേരിക്കയിലെ പെൻ സ്റ്റേറ്റ് സർവകലാശാലയിലെ ഗവേഷകർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ആഴത്തിലുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതേ വേഗതയിൽ ജീനുകളുടെ നാശം തുടരുകയാണെങ്കിൽ ഇനിയൊരു 11 ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യന്റെ വൈ ക്രോമസോമിന്റെ പ്രവർത്തനക്ഷമമായ എല്ലാ ജീനുകളും പൂർണ്ണമായും നഷ്ടപ്പെട്ടേക്കാമെന്നാണ്. മനുഷ്യന്റെ പരിണാമ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ 11 ദശലക്ഷം വർഷം എന്നത് വളരെ വലിയൊരു കാലയളവായി തോന്നാമെങ്കിലും ജൈവ പരിണാമത്തിന്റെ വിശാലമായ സമയക്രമത്തിൽ ഇതൊരു ഹ്രസ്വമായ കാലയളവാണ്. ഭ്രൂണ വളർച്ചയുടെ ഘട്ടത്തിൽ ഒരു കുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റുന്ന SRY എന്ന മാസ്റ്റർ ജീൻ ഉൾക്കൊള്ളുന്നത് വൈ ക്രോമസോമാണ്. ഈ ക്രോമസോം തന്നെ ഇല്ലാതായാൽ പുരുഷന്മാരുടെ ഉൽപ്പാദനത്തെയും മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിനെയും ഇതെങ്ങനെ ബാധിക്കുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി മനുഷ്യരാശിക്ക് മുൻപിൽ അങ്ങനെ നിൽക്കുന്നു. ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ പ്രകൃതി തന്നെ നമുക്ക് ചില ഉദാഹരണങ്ങൾ കാട്ടിത്തരുന്നുണ്ട്. വൈ ക്രോമസോം അപ്രത്യക്ഷമായാൽ പുരുഷവർഗം പൂർണ്ണമായും ഇല്ലാതാകുമെന്ന മിഥ്യാധാരണയെ തിരുത്തി കുറിക്കുന്നത് ജപ്പാനിലെ ചില പ്രത്യേക ഇനം എലികളാണ്. ജപ്പാനിലെ ദ്വീപുകളിൽ കാണപ്പെടുന്ന അമമി സ്പിന്നി റാറ്റ്, റിയുക്യു സ്പിന്നി റാറ്റ് എന്നീ ജീവി വർഗ്ഗങ്ങൾ ശാസ്ത്രലോകത്തിനൊരു വലിയ പാഠപുസ്തകമാണ്. കാരണം ഈ ജീവികളിൽ പുരുഷന്മാരെ നിർണ്ണയിക്കുന്ന വൈ ക്രോമസോം ഇതിനകം തന്നെ പൂർണ്ണമായും അപ്രത്യക്ഷമായി കഴിഞ്ഞു. പുരുഷലിംഗം നിർണ്ണയിക്കുന്ന മാസ്റ്റർ ജീൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടും ഈ എലികളിൽ ഇപ്പോഴും ആൺ എലികളും പെൺ എലികളുമുണ്ട്. അവർ സുഗമമായി പ്രജനനം നടത്തുകയും തങ്ങളുടെ വംശവർദ്ധനവ് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ സാധ്യമാകുന്നു എന്നന്വേഷിച്ച ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളാണ്. ഈ എലികൾ പരിണാമത്തിലൂടെ തികച്ചും പുതിയൊരു ലിംഗനിർണയ സംവിധാനം വികസിപ്പിച്ചെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. അവയുടെ DNA മറ്റൊരു സാധാരണ ക്രോമസോമിൽ ഒരു ചെറിയ പുതിയ മാറ്റം സംഭവിക്കുകയും അത് ലിംഗനിർണയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ പെട്ടെന്നില്ലാതാകുമ്പോൾ അവിടെയുള്ള മറ്റൊരു മിടുക്കനായ നാവികൻ ആ സ്ഥാനം ഏറ്റെടുത്ത് കപ്പലിനെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കുന്നതിന് തുല്യമാണിത്. പ്രകൃതി എപ്പോഴും ഒരുപടി മുന്നിലാണെന്ന് ഈ ജാപ്പനീസ് എലികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യരിലും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് സമാനമായ ഒരു ജനിതക വിപ്ലവമായിരിക്കാം എന്നാണ് ശാസ്ത്രം പ്രവചിക്കുന്നത്. നമ്മുടെ വൈ ക്രോമസോം പൂർണ്ണമായും ഇല്ലാതാകുന്നതിന് മുമ്പ് തന്നെ ലിംഗനിർണയത്തിനായി പുതിയൊരു ജനിതക സംവിധാനം മനുഷ്യ ശരീരം സ്വയം വികസിപ്പിച്ചെടുത്തേക്കാം. ഒരുപക്ഷെ നമ്മുടെ മറ്റ് ക്രോമസോമുകളിലൊന്നിൽ പുതിയൊരു ലിംഗ നിർണയ ജീൻ രൂപപ്പെടുകയും അത് പുരുഷന്മാരുടെ ജനനം ഉറപ്പാക്കുകയും ചെയ്തേക്കാം. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്.
ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട വിവിധ മനുഷ്യ സമൂഹങ്ങളിൽ ഭാവിയിൽ വ്യത്യസ്ത രീതിയിലുള്ള ലിംഗനിർണയ സംവിധാനങ്ങൾ ഉടലെടുത്താൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ പ്രജനനം സാധ്യമല്ലാത്ത അവസ്ഥ വരികയും അത് പുതിയ മനുഷ്യ സ്പീഷീസുകളുടെ ഉത്ഭവത്തിന് കാരണമാവുകയും ചെയ്തേക്കാം എന്നൊരു ശാസ്ത്രീയ വാദവും നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വൈ ക്രോമസോമിന്റെ ഭാവി സംബന്ധിച്ച ശാസ്ത്രീയ തർക്കങ്ങളും ആശങ്കകളും ഇനിയും അവസാനിച്ചിട്ടില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, പരിണാമം എല്ലായ്പ്പോഴും അതിജീവനത്തിനായുള്ള പുതിയ വഴികൾ കണ്ടെത്തും. പ്രകൃതി ഒരിക്കലും ഒരു വഴി അടയ്ക്കുമ്പോൾ മറ്റൊരു വഴി തുറക്കാതിരിക്കുന്നില്ല. ഒരു ജീൻ അല്ലെങ്കിൽ ഒരു ക്രോമസോം ഇല്ലാതാകുമ്പോൾ ജീവൻ അവസാനിക്കുന്നില്ല, മറിച്ച് അത് പുതിയൊരു രൂപത്തിലേക്ക് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. ജീവന്റെ അസ്തിത്വം നിലനിർത്താൻ DNA കാലഘട്ടത്തിലൂടെ നടത്തുന്ന ഈ അത്ഭുതകരമായ പോരാട്ടങ്ങൾ ഭൂമിയിലെ ജീവൻ എത്രത്തോളം സങ്കീർണവും അതിജീവന ശേഷിയുള്ളതുമാണെന്ന് നമ്മെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.